ഹായ്, ഏവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്താണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ PSC ബുള്ളറ്റിൻ്റെ ഒരു പേജാണ് പൊതുവിജ്ഞാന ദർപ്പണം. നമ്മൾ ഡെയിലി എക്സാംസിന് കാണുന്ന രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ നമ്മൾ ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിവിടെ പറയാൻ നിൽക്കുന്നില്ല. എന്തൊക്കെയാണ്, അതായത് ഒരു റിവിഷൻ അല്ലേ, നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ റിവിഷൻ പോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ പൊതുവിജ്ഞാന ദർപ്പണത്തിൻ്റെ ഉദ്ദേശവും അല്ലേ. കാരണം നമ്മൾ കേട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ റിപ്പീറ്റേഷൻ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത്. അപ്പോൾ ആ പൊതുവിജ്ഞാന ദർപ്പണം എന്നുള്ള പേജിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നാണ് നമ്മൾ നോക്കി പോകുന്നത്. അപ്പോൾ ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോണതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന ക്ലാസ്സുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ പൊതുവിജ്ഞാന ദർപ്പണം അല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത് വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരമാണ് കേട്ടോ. അപ്പോൾ മഞ്ചേശ്വരത്തിനെ പറ്റിയിട്ട് ഒരുപാട് ഫാക്ട്സ് നമ്മൾ കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരം അല്ലേ, മഞ്ചേശ്വരം പുഴയുടെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലാണ് മഞ്ചേശ്വരം. അപ്പോൾ മഞ്ചേശ്വരം പുഴ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറുതാണ് അല്ലേ. അപ്പോൾ പുഴകളിലെ ഏറ്റവും ചെറുതാണ് മഞ്ചേശ്വരം പുഴ. 16 കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ചേശ്വരത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വടക്കേ അറ്റത്തെ എന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ എന്ത് ചെയ്യും, അത് യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പം മഞ്ചേശ്വരം എന്താണ്, ഇവിടെ നമ്മൾ മഞ്ചേശ്വരം പഠിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത്. ഓക്കെ അല്ലേ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം എപ്പോൾ മുതലാണ്, 51 മുതൽ 52 വരെ. ഓക്കെ, 51, 52 വർഷങ്ങളിലായിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. ഓക്കെ, ശ്യാം ശരൺ നെയോഗിയെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അദ്ദേഹമാണ് ആദ്യത്തെ വോട്ടർ. ഓക്കെ, 51 to 52 വരെ ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകനാണ് വില്യം ബെൻഡിക്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകൻ വില്യം ബെൻഡിക് ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മലനിരയാണ് ആരവല്ലി മലനിരകൾ. ഓക്കെ, ആരവല്ലിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മലനിര. ആരവല്ലി മലനിരകളാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മലനിര. ഇന്ത്യയിലെ ആദ്യത്തെ അന്റാർട്ടിക്കൻ പര്യടനം നടത്തിയ വർഷം, ഇന്ത്യ ആദ്യ അന്റാർട്ടിക്കൻ പര്യടനം നടത്തിയ വർഷം 1982. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. ഓക്കെ, കടുവയാണ്. 1973 അല്ലേ. പ്രോജക്ട് ടൈഗർ 72, 73. ഓക്കെ, ഇന്ത്യയിലെ ആദ്യ ഇ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരമാണ്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്, നമുക്ക് 47 സ്വാതന്ത്ര്യം കിട്ടി, 50 ഭരണഘടന വന്നു, റിപ്പബ്ലിക് ആയി. 51, 52 നമ്മുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് വില്യം ബെൻഡിക്ട് ആണ് സ്ഥാപിച്ചത്. ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ അന്റാർട്ടിക്കൻ പര്യടനം 82 നടന്നത്. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ് അല്ലെ. ദേശീയ മൃഗം കടുവയാണ്. ദേശീയ പക്ഷിയാണെങ്കിൽ മയിലാണ് അല്ലെ. ദേശീയ പക്ഷി മയിലാണ്. ഇനി ഒഫീഷ്യലി ഡിക്ലെയർഡ് ഫ്രൂട്ട് ഉണ്ടോ, ഒഫീഷ്യലി ഡിക്ലെയർ അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്തിനാണ്, മാംഗോനെയാണ് അല്ലെ. മാംഗോനെയാണ് ഒഫീഷ്യൽ ഫ്രൂട്ട് അല്ലെങ്കിൽ പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാങ്ങയാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ പതാകയാണെങ്കിലോ ത്രിവർണ്ണ പതാകയാണ് അല്ലെ. ത്രിവർണ്ണ പതാകയാണ്. നാഷണൽ ആന്തം ജനഗണമനയാണ്. അതുപോലെ തന്നെ നാഷണൽ സോങ് വന്ദേ മാതരമാണ്. ഇതൊക്കെ അവിടെ റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ,
അടുത്തത് രചിച്ചതാണ് കേട്ടോ. അപ്പൊ പഞ്ചതന്ത്രം കഥകൾ നമ്മൾ ഒരുപാട് നമ്മുടെ കഥാബുക്കുകളിൽ കൂടെയൊക്കെ വായിച്ചിട്ടുള്ളതാണ്. അത് ആരാണ് രചിച്ചതെന്ന് ചോദിച്ചാൽ വിഷ്ണു ശർമ്മയാണ് എന്ന് ഓർത്തു വയ്ക്കുക. പഞ്ചതന്ത്രം കഥകൾ രചിച്ചത് വിഷ്ണു ശർമ്മയും രഘുവംശം രചിച്ചത് ഫേമസ് ആയിട്ടുള്ള കാളിദാസനുമാണ്. ഓക്കെ, അപ്പൊ രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം രചിച്ചത് കാളിദാസനും പഞ്ചതന്ത്രം കഥകൾ രചിച്ചത് വിഷ്ണു ശർമ്മനുമാണ്. ഓക്കെ, 2 നഗരങ്ങളുടെ കഥ എന്ന നോവൽ രചിച്ചത് ചാൾസ് ഡീക്കൻസ് ആണ്. ഓക്കെ, അപ്പൊ 2 നഗരങ്ങളുടെ കഥ എന്ന നോവൽ രചിച്ചത് ചാൾസ് ഡീക്കൻസ് ആണ്. 2 ഇലകളും ഒരു മൊട്ടും എന്ന കൃതി രചിച്ചത് മുൽക്രാജ് ആനന്ദാണ്. അപ്പൊ ഈ കൃതികളൊക്കെ ജസ്റ്റ് പഠിച്ചു വെക്കുക. 2 നഗരങ്ങളുടെ കഥ എന്ന നോവല് ചാൾസ് ഡീക്കൻസും 2 ഇലകളും ഒരു മൊട്ടും എന്ന കൃതി രചിച്ചത് മുൽക്രാജ് ആനന്ദും ആണ്. അടുത്താണ് ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗമാണ് ഡയബറ്റീസ് മെലിറ്റസ്. ഓക്കെ, ഇൻസുലിന്റെ കുറവ് കൊണ്ട് അല്ലെ നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പാൻക്രിയാസിന്റെ മലയാളമാണ് ആഗ്നേയ ഗ്രന്ഥി അല്ലെ. ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇത് ഇൻസുലിൻ. ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ, അല്ലെങ്കിൽ പാൻക്രിയാസ് ഗ്രന്ഥി ക്രിയേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. അതിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന പ്രമേഹം അല്ലെ, ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം. അതാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്നറിയപ്പെടുന്നത്, ഡയബറ്റീസ് മെലിറ്റസ്. അപ്പോൾ ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റീസ് മെലിറ്റസ്. ആ ഡയബറ്റീസ് മെലിറ്റസിൽ തന്നെ ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 1 എന്ന് പറഞ്ഞു വെച്ചാൽ ജന്മനാ തന്നെ ആ കുട്ടിക്ക് എന്തായിരിക്കും, ഹോർമോണിന്റെ പ്രൊഡക്ഷൻ ഇല്ല, അതായത് ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ടൈപ്പ് 1 പ്രമേഹമായിരിക്കും. ടൈപ്പ് 2 പ്രമേഹമാണ് നമ്മൾ ഇന്ന് കാണുന്ന അല്ലേ, നമ്മുടെ ജനറേഷന് ഇല്ലയോ ദരിദ്രനാണോ സമ്പന്നനാണോ ആൾക്ക് എന്തുണ്ടാവും, പ്രമേഹം ഉണ്ടാവും അല്ലേ. അപ്പൊ ആ പ്രമേഹം ഏതാണ്, ടൈപ്പ് 2 പ്രമേഹമാണ് ഡയബറ്റീസ് മെലിറ്റസ്. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് 1നെയും ടൈപ്പ് 2നെയും കൂടെ ചേർത്ത് നമ്മൾ പറയുന്നതാണ് ഡയബറ്റീസ് മെലിറ്റസ്. ഇനി ഡയബറ്റീസ് ഇൻസിപ്പിഡസും ഉണ്ട്. ഇൻസിപ്പിഡസ് എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ നമ്മുടെ ADHന്റെ കുറവ് കൊണ്ട്, ആന്റി ഡയൂററ്റിക് ഹോർമോൺ, മൂത്രവിരുദ്ധ ഹോർമോൺ അല്ലെ, നമ്മുടെ വാസോപ്രസിൻ, അതായത് നമ്മുടെ ഏതാണ് ബ്രെയിനിന്റെ പാർട്ടായിട്ടുള്ള ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോൺസ് ആണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ മസ്തിഷ്കം എവിടേക്ക് സിഗ്നൽ കൊടുക്കണം, നമ്മുടെ വൃക്കയിലേക്ക് ഒരു സിഗ്നൽ മെസ്സേജ് ആണ് അല്ലേ. അപ്പോൾ മെസ്സേജ് കൊടുക്കണം, അതായത് ആന്റി ഡയൂററ്റിക് ഹോർമോണിന്റെ ഒരു മെസ്സേജ് കൊടുത്തു വെച്ചാൽ എത്രത്തോളം ജലം നമ്മുടെ ശരീരത്തിൽ നിന്നും വൃക്കയ്ക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു മെസ്സേജ് പാസ് ചെയ്യാതിരിക്കുമ്പോൾ ആ സിറ്റുവേഷനിൽ നമുക്ക് എന്താവും, മൂത്രം പോയിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥ. അതായത് ഈ ഉള്ള ജലത്തെ മൊത്തം ആഗിരണം ചെയ്തിട്ട് എന്താക്കി മാറ്റും, യൂറിനാക്കി മാറ്റും വൃക്ക. ഓക്കെ, അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ മൂത്രവിരുദ്ധ ഹോർമോൺ അവിടെ പ്രവർത്തിക്കാത്തത് കൊണ്ട്, ആന്റി ഡയൂററ്റിക് ഹോർമോൺ അവിടെ പ്രവർത്തിക്കാത്തത് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നമാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഡയബറ്റീസ് മെലിറ്റസ് ആണ് പ്രമേഹം. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി പേരാമ്പൂർ, ചെന്നൈ ആണ് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ചലച്ചിത്രം ഏതാണ്, ചെമ്മീൻ ആണ് അല്ലെ, നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ ചെമ്മീൻ. അപ്പൊ ആരാണ്, രാമു കാര്യാട്ടാണ് സംവിധാനം ചെയ്തത്, രാമു കാര്യാട്ട്. രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചിത്രമാണ് ഇത്, ചെമ്മീൻ. അപ്പൊ സംവിധായകൻ ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ രാമു കാര്യാട്ടാണ്. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ മലയാള ചിത്രമാണ്, കണ്ടിട്ടുണ്ടാവും അല്ലെ. നല്ലൊരു പ്രണയ കഥ പറയുന്ന ചിത്രമാണ് അല്ലെ. ആരൊക്കെയായിരുന്നു, നമ്മുടെ മധു, അതുപോലെ തന്നെ ഷീല, സത്യൻ തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ കൊച്ചുമുതലാളി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പൊ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രമാണ് ചെമ്മീൻ. രാമു കാര്യാട്ടാണ് സംവിധാനം ചെയ്തത്. രാജാറാണി മ്യൂസിക് ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്താണ്? രാജാറാണി മ്യൂസിക് ഫെസ്റ്റിവൽ ഒഡീഷയിലാണ് കേട്ടോ. അപ്പൊ രാജാറാണി മ്യൂസിക് ഫെസ്റ്റിവൽ എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു വെച്ചാൽ എവിടെയാണ്, ഒഡീഷയിലാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ നമുക്കറിയാം അല്ലെ. ലോക്സഭയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ സ്പീക്കറാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ എപ്പോഴും അതാരായിരിക്കും, നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കും അല്ലെ. ഉപരാഷ്ട്രപതിയാണ് ഏതിന്റെ ഹെഡ്, രാജ്യസഭയുടെ ഹെഡ്. ഓക്കെ, അപ്പൊ രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്, ഉപരാഷ്ട്രപതിയാണ്.
മകരക്കൊയ്ത്ത് രചിച്ചത് വൈലോപ്പിള്ളി. നമ്മൾ പറഞ്ഞു വൈലോപ്പിള്ളിയുടെ കാര്യം, നമ്മൾ കലയും സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വൈലോപ്പിള്ളിയുടെ കാര്യം പറഞ്ഞപ്പോൾ മാമ്പഴം, കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത് എന്നതൊക്കെ രചിച്ചത് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മകരക്കൊയ്ത്ത് രചിച്ചത് വൈലോപ്പിള്ളിയാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ളതാണ് മാമ്പഴം അല്ലെ. അപ്പോൾ ഇതും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നളിനി രചിച്ചത് കുമാരനാശാനാണ്. അപ്പോൾ കുമാരനാശാന്റെയാണ് നളിനി, ലീല, പ്രരോദനം, അതുപോലെ തന്നെ എന്താണ് വീണപൂവ് ഒക്കെ ആരുടെയാണ്? കുമാരനാശാന്റെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണ്? നളിനിയും ദിവാകരന്റെയും കഥ പറഞ്ഞതാണ് ഇത് കുമാരനാശാന്റെ നളിനി. എന്താണ് നളിനി ദിവാകരന്റെയും കഥ എന്ന് പറഞ്ഞു വെച്ചാൽ, നളിനി ദിവാകരനുമായിട്ട് ചെറുപ്പം മുതലേ എന്താണ്? നല്ല കൂട്ടാണ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യും? നളിനിക്കും ദിവാകരനെയും ഇഷ്ടമായിരുന്നു, ദിവാകരന് നളിനിയും ഇഷ്ടമായിരുന്നു. ഇവരുടെ അച്ഛൻ എന്ത് ചെയ്തില്ല? ഈ വിവാഹത്തിന് സമ്മതിച്ചില്ല. അങ്ങനെ ദിവാകരൻ എന്ത് ചെയ്യും? നാട് വിട്ടു പോവാണ്. പിന്നാലെ നളിനിയും എന്ത് ചെയ്യും? നാട് വിട്ടു പോവും. അതിനുശേഷം നളിനി ഒരു ആശ്രമത്തിൽ എത്തിപ്പെടും. ആശ്രമത്തിൽ എത്തിപ്പെട്ടപ്പോൾ അവിടുത്തെ ആൾക്കാർ പറയണ്ടായിരുന്നു, നാളെ ഇവിടെ ഒരു ആചാര്യൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം പറയും. ആ ആചാര്യൻ വരുമ്പോഴാണ് അറിയുക അത് ആരായിരുന്നു? നളിനിയുടെ പ്രിയപ്പെട്ട ദിവാകരനായിരുന്നു എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ നളിനി പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു അതിലൊരു വരിയുണ്ട്, തന്നതില്ല പരൻ ഉള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ. അപ്പോൾ എന്താണ്? എൻ്റെ സ്നേഹം ഒന്ന് തുറന്ന് കാണിക്കാൻ എനിക്ക് എന്ത് തന്നിട്ടില്ല? ദൈവം കഴിവ് തന്നിട്ടില്ല. നമ്മുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തുറന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലെ ഒരാൾക്ക്. അങ്ങനെ ഒരു കഴിവ് മനുഷ്യന്മാർക്ക് ദൈവം തന്നിട്ടില്ല. തന്നതോ കുറച്ച് വാക്കുകൾ മാത്രമാണ്. നമ്മുടെ സ്നേഹം നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? കുറച്ച് വാക്കുകളിൽ കൂടെയാണ് അല്ലേ. ആ വാക്കുകൾ ചിലത് അർത്ഥങ്ങളാവാം, ചിലത് അർത്ഥശൂന്യങ്ങളാവാം. എനിക്ക് എൻ്റെ നിങ്ങളോടുള്ള സ്നേഹം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് തുറന്ന് കാണിക്കാൻ ദൈവം എനിക്കൊരു വഴിയും തന്നിട്ടില്ല എന്നുള്ള ഒരു ലൈനിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് ഏത് പറയുന്നത്? നളിനി പറയുന്നത്. ഓക്കെ, അർത്ഥശാസ്ത്രം രചിച്ചത് ചാണക്യനാണ് കേട്ടോ. അർത്ഥശാസ്ത്രം രചിച്ചത് ചാണക്യനാണ്. അതേപോലെ തന്നെ നളിനി, ലീല, ചണ്ടാല ഭിക്ഷുകി അല്ലേ. നമ്മൾ എന്താണ് വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീ വെള്ളം മുക്കുമ്പോൾ ഈ ബുദ്ധഭിക്ഷു എന്ത് ചെയ്യും? വെള്ളം ചോദിക്കും അല്ലേ. അപ്പോൾ അവരെന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് അയിത്തമാണ്, വെള്ളം തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വെള്ളത്തിനൊക്കെ എന്ത് അയിത്തമാണ് എന്നുള്ള രീതിയിൽ അയിത്തത്തെക്കുറിച്ച് പരിഹസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അയിത്ത നിർമാർജനം വേണം എന്നുള്ള രീതിയിൽ എഴുതിയതാണ് ചണ്ടാല ഭിക്ഷുകി. ഓക്കെ, അതൊക്കെ ആരെയാണ്? കുമാരനാശാന്റെയാണ്. അർത്ഥശാസ്ത്രം രചിച്ചത് ചാണക്യനാണ്. അർത്ഥശാസ്ത്രം രചിച്ചത് ചാണക്യനാണ്. അമ്പലമണി രചിച്ചത് സുഗതകുമാരിയാണ്. സുഗതകുമാരി, രാത്രിമഴ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, സുഗതകുമാരി ടീച്ചർ. അപ്പൊ അമ്പലമണി രചിച്ചത് സുഗതകുമാരിയാണ്. ഞാനെന്താ അമ്പലമണിയാണോ? വരുന്നവരും പോണവരും തല്ലിട്ട് പോകാൻ ഞാൻ എന്താ അമ്പലമണിയാണോ എന്ന് ചോദിക്കണ്ടേ അല്ലെ ഒരു സിനിമയിൽ. അപ്പൊ അമ്പലമണി ആരാണ്? സുഗതകുമാരി. അമ്മ, മദർ രചിച്ചത് മാക്സിം ഗോർക്കിയാണ്. മാക്സിം ഗോർക്കി. ഓക്കെ, അപ്പം മദർ അല്ലെങ്കിൽ അമ്മ എന്നുള്ള ഇത് രചിച്ചത് മാക്സിം ഗോർക്കിയാണ്. നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഇത് പഠിക്കുന്നുണ്ട് അല്ലേ. അതായത് മദർ എന്നുള്ളത് നമ്മൾ നമ്മുടെ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇത് അവിടെ പഠിക്കുന്നുണ്ട്. മാക്സിം ഗോർക്കിയുടെ പേരും അവിടെ വരുന്നുണ്ട്. അയൽക്കാർ എന്ന നോവൽ രചിച്ചത് കേശവദേവാണ് കേട്ടോ. അയൽക്കാർ എന്ന നോവൽ രചിച്ചത് കേശവദേവാണ്. പാണ്ഡവോദയം എന്ന മഹാകാവ്യം കൊച്ചുണ്ണി തമ്പുരാനാണ്. പാണ്ഡവോദയം എന്ന മഹാകാവ്യം കൊച്ചുണ്ണി തമ്പുരാനാണ്. ആരാച്ചാർ നമുക്കറിയാം, KR മീരയുടെ പ്രശസ്തമായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആരാച്ചാർ എന്ന പുസ്തകം രചിച്ചത് KR മീരയാണ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ നോക്കാം. മകരക്കൊയ്ത്ത്, കന്നിക്കൊയ്ത്ത്, മാമ്പഴം ഒക്കെ രചിച്ചത് ആരാണ്? വൈലോപ്പിള്ളിയാണ്. വീണപൂവ്, നളിനി, ലീല, ചണ്ടാല ഭിക്ഷുകി, അതുപോലെ തന്നെ പ്രരോദനം, കരുണ ഒക്കെ രചിച്ചത് ആരാണ്? കുമാരനാശാനാണ്. അർത്ഥശാസ്ത്രം രചിച്ചത് ചാണക്യനാണ്. അമ്പലമണി സുഗതകുമാരി. അമ്മ അല്ലെങ്കിൽ മദർ മാക്സിം ഗോർക്കി. അയൽക്കാരൻ എന്ന നോവൽ രചിച്ചത് കേശവദേവാണ്. പാണ്ഡവോദയം എന്ന മഹാകാവ്യം രചിച്ചത് കൊച്ചുണ്ണി തമ്പുരാനാണ് കേട്ടോ. കൊച്ചുണ്ണി തമ്പുരാനാണ്. ആരാച്ചാർ നമുക്കറിയാം, ആരാച്ചാർ ഖബർ ഒക്കെ ആരുടെയാണ്? KR മീരയുടെയാണ്. ഓക്കെ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഇപ്പൊ ഭാരതരത്ന കൂടെ നൽകി രാജ്യം ആദരിച്ചു അല്ലെ. അപ്പൊ റീസെന്റ് ആയിട്ട് ഭാരതരത്ന നേടിയ ഒരു വ്യക്തിത്വം കൂടെയാണ് ആര്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. ഓക്കെ, അപ്പൊ അത്രയും ഫാക്റ്റുകൾ ഓർത്ത് വെക്കുക.
ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരൻ നമുക്കറിയാം അല്ലെ, ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മയാണ്. അപ്പൊ ആദ്യം ബഹിരാകാശത്ത് പോയത് ആരാണെന്ന് ഒന്ന് കമന്റ് ചെയ്യൂ. ആദ്യം ബഹിരാകാശത്ത് പോയ വ്യക്തി ആരാണ്? അതായത് ലോകത്ത് തന്നെ ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് പോയത് ആരാണ് എന്നൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത്, ഇതൊക്കെ ഞാൻ വായിച്ചു തരേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയുന്നതാണ് അല്ലെ. നാഥുറാം വിനായക് ഗോഡ്സെ 1948 ജനുവരി 30 അല്ലെ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ജനുവരി 30 നമ്മൾ എന്തായിട്ട് രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നു. അതുപോലെ തന്നെ ലെപ്രസി ഡേയും അന്നാണ്, ജനുവരി 30. നാഗാലാൻഡിന്റെ തലസ്ഥാനമാണ് കൊഹിമ. നാഗാലാൻഡിന്റെ തലസ്ഥാനമാണ് കൊഹിമ. ഓക്കെ, പാകിസ്ഥാന്റെ ദേശീയ ഫലം പൈനാപ്പിൾ ആണ് കേട്ടോ. നമ്മുടെ മാംഗോ ആണ്. ഒഫീഷ്യലി ഡിക്ലെയർഡ് അല്ല എങ്കിലും നമ്മൾ ഏതിനെയാണ് കൺസിഡർ ചെയ്യുന്നത്? മാംഗോയിനെയാണ്. അപ്പൊ പൈനാപ്പിൾ, പാകിസ്ഥാന്റെ ദേശീയ ഫലം ഏതാണ്? പൈനാപ്പിൾ. പാതിരാ സൂര്യന്റെ നാട് നോർവേ ആണ് കേട്ടോ. അപ്പൊ പാതിരാ സൂര്യന്റെ നാട് എവിടെയാണ്? നോർവേ ആണ്. പിക്വിക് പേപ്പേഴ്സ് രചിച്ചത് ചാൾസ് ഡിക്കൻസ് ആണ്. ഓക്കെ, ചാൾസ് ഡിക്കൻസ് ആണ് പിക്വിക് പേപ്പേഴ്സ് രചിച്ചത്. പിത്തരസം, പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കരളിലാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളിലാണ്. ഇനി വൈറ്റമിൻ എ കൂടുതലായി വെച്ച് സ്റ്റോർ ചെയ്യണത് എവിടെയാണ്? കരളിലാണ് അല്ലെ. വൈറ്റമിൻ എയുടെ ആധിക്യം കൂടി വെച്ച് വെച്ചാൽ നമ്മൾ എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യും ചോദിച്ചു വെച്ചാൽ കരളിലാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇനി വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന അസുഖം ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ ഏതാണ്? നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. പുകയില വിരുദ്ധ ദിനം മെയ് 31 കേട്ടോ. അപ്പൊ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ പുകയില വിരുദ്ധ ദിനം എപ്പോഴാണ്? മെയ് 31. ഫിജിയുടെ തലസ്ഥാനം ഏതാണ്? സുവ. നാഗാലാൻഡിന്റെ തലസ്ഥാനം ഏതാണ്? കൊഹിമ. ഓക്കെ, ഫത്തേപൂർ സിക്രി നിർമ്മിച്ച മുഗൾ രാജാവ്, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത് ആരാണ്? അക്ബറാണ് കേട്ടോ. അക്ബറാണ് ഫത്തേപൂർ സിക്രി നിർമ്മിച്ച മുഗൾ രാജാവ് അല്ലെങ്കിൽ മുഗൾ ചക്രവർത്തി അക്ബറാണ്. ബഹിരാകാശ ഗവേഷണ കേന്ദ്രം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ബഹിരാകാശ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഓക്കെ, അപ്പൊ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരത്താണ്. ബിഗ് ബെൻ ക്ലോക്ക് എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ലണ്ടനിലാണ് കേട്ടോ. അപ്പൊ ലണ്ടനിലെ ബിഗ് ആയിട്ടുള്ള ബെൻ ക്ലോക്ക് ആണ് ലണ്ടനിലാണ് സ്ഥാപിച്ചത്. ബുദ്ധൻ ജനിച്ച സ്ഥലം ലുംബിനി, നേപ്പാളിലെ ലുംബിനിയിലാണ്. ബോധ്ഗയയിൽ വെച്ചിട്ടാണ് എന്ത് കിട്ടിയത്? ജ്ഞാനോദയം കിട്ടിയത് അല്ലെ. ബോധം വന്നത് ബോധ്ഗയയിലാണ്, ജനിച്ചത് ലുംബിനിയിലാണ്. ഓക്കെ, ലുംബിനി നേപ്പാളിലാണ് കേട്ടോ. ബുദ്ധൻ ജനിച്ച സ്ഥലം ലുംബിനി, നേപ്പാൾ. ബോധം കിട്ടിയത് എവിടെയാണ്? ബോധ്ഗയയിൽ വെച്ചിട്ടാണ് കേട്ടോ. അത് ഇന്ത്യ. ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ഫിജിയുടെ തലസ്ഥാനം നമ്മൾ പറഞ്ഞു സുവാന്ന്. ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ധാക്ക. ഓക്കെ, ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ധാക്കയാണ്. ലുംബിനിയിൽ വെച്ചിട്ടാണ് ബുദ്ധന് ജനിച്ചത്. ജ്ഞാനോദയം ഉണ്ടായത് ബോധ്ഗയയിലാണ്. പ്രസിദ്ധമായ റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിന്റിംഗ് വരച്ചത് തോമസ് ജോൺസൺ ബർക്കർ ആണ് കേട്ടോ. പ്രസിദ്ധമായ റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിന്റിംഗ് വരച്ചത് തോമസ് ജോൺസ് ബർക്കർ ആണ്. പ്രാദേശിക സമയത്തിൽ 2 മണിക്കൂർ വ്യത്യാസമുള്ള സ്ഥലങ്ങളുടെ രേഖാംശങ്ങൾ തമ്മിൽ എത്ര ഡിഗ്രി? 1 മണിക്കൂറിന്റെ വ്യത്യാസമാണെങ്കിൽ 15 ഡിഗ്രിയാണ്. 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ 30 ഡിഗ്രിയുടെ വ്യത്യാസമാണ്. മഹാബലിപുരം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു വെച്ചാൽ തമിഴ്നാടാണ്. ഓക്കെ, ഒന്നും കൂടെ നമുക്ക് റിവൈസ് ചെയ്യാം, പെട്ടെന്ന് റിവൈസ് ചെയ്യാം. മഹാബലിപുരം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. പ്രാദേശിക സമയത്തിൽ 2 മണിക്കൂർ എന്ന് പറഞ്ഞു വെച്ചാൽ അവിടെ ഉണ്ടാവുന്ന ഡിഗ്രി 30 ഡിഗ്രിയുടെ വ്യത്യാസമാണ്. പ്രസിദ്ധമായ റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിന്റിംഗ് വരച്ചത് തോമസ് ജോൺസ് ബർക്കർ ആണ് കേട്ടോ. ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ധാക്ക. ബുദ്ധൻ ജനിച്ചത് ലുംബിനി, നേപ്പാൾ. ബിഗ് ബെൻ ക്ലോക്ക് ലണ്ടനിലാണ്. ബഹിരാകാശ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തിരുവനന്തപുരത്താണ്. ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത് അക്ബർ ആണ്. പുകയില വിരുദ്ധ ദിനം മെയ് 31. ഫിജിയുടെ തലസ്ഥാനം സുവ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളിലാണ്.
പിക്വിക് പേപ്പേഴ്സ് രചിച്ചത് ചാൾസ് ഡിക്കൻസ് ആണ്. പാതിര സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ ആണ് കേട്ടോ. പാകിസ്ഥാന്റെ ദേശീയ ഫലം പൈനാപ്പിൾ ആണ്. ഇനി മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെ ആണ് കൊന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫാക്റ്റുകളാണ് നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവർ താങ്ക് യു.